പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളെല്ലാവരും ഞാനും നമ്മുടെ അമ്പിളി മാഡവും തമ്മിലുള്ള സംഭാഷണം കേട്ടിരിക്കും. നമ്മുടെ ഹർഭജൻ സിംഗ് സാറിൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് പറയുന്ന അതേ മാഡം തന്നെയാണ് ഈ മാഡം. ഞാൻ അവരിങ്ങനെ ഇത്രയും പൊട്ടൻഷ്യലുള്ള സ്ത്രീ ഈ ഒരു മണി ചെയിൻ തട്ടിപ്പിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഇവരെ പേഴ്സണലായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത്. ഒരു പക്ഷേ നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെങ്കിലോ എന്ന് കരുതി ഞാൻ ഒരിക്കലും തന്നെ പേഴ്സണൽ ചാറ്റുകൾ എനിക്ക് വരുന്ന മെസ്സേജുകളും ഓഡിയോകളൊന്നും തന്നെ ഈ വീഡിയോയിലൊന്നും പ്ലേ ചെയ്യിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ലോഡ് എൻ്റെ കയ്യിലുണ്ട്. ഇവരുടെയൊക്കെ അടുത്ത ബന്ധുക്കളും എല്ലാം എനിക്ക് ഇവരുടെ ലീഡേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ അയച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാകുന്നു. ഒരിക്കലും തന്നെ ഞാൻ പ്ലേ ചെയ്യാറില്ല. ഇവരതും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇവരെന്തുകൊണ്ടോ അത് അപ്പോൾ തന്നെ നമ്മുടെ ഹർഭജൻ സാറിന് എടുത്തിട്ട് കൊടുത്ത ഹർഭജൻ സാറ് അത് സംപ്രേഷണം ചെയ്തു. അപ്പോൾ ഞാൻ നിസ്സഹായസ്ഥലായി. അങ്ങനെ ഞാൻ ഇവരുടെ ചാറ്റെല്ലാം തന്നെ ഞാനും സംപ്രേഷണം ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അതിൽ കേട്ടിരിക്കും. അതിൽ നമ്മുടെ മാഡം പറയുന്ന വല്ലാത്തൊരു കാര്യം, എൻ്റെ ഐഡൻറ്റിറ്റി അറിയണം, എന്നാലേ ഞാനുമായി സംവദിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവരുടെ ഒരുപാട് പേര് ഞാൻ അങ്ങനെ പേഴ്സണൽ ചാറ്റിന് പോകുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ആരാണെന്ന് പറയണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവർ അതിൽ കടിച്ച് തൂങ്ങിയിട്ട് അവസാനം ഇവർ പറയുന്നത്, നിങ്ങൾ വോയിസ് കേട്ടിരിക്കും, ഞാനിപ്പോൾ മറുപടി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസമായി എനിക്കിവിടെ വേര് പിടിച്ചിരുന്നിട്ട്. പക്ഷെ അവർ വന്നില്ല, അവർക്ക് വരാൻ സാധിക്കില്ല. എങ്ങനെ വരും? അവർക്കായിട്ട് ഒരു യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കി വരേണ്ടി വരും. അപ്പോൾ അതിൽ മാഡം ഭയങ്കരമായിട്ട് പറയുന്നൊരു കാര്യം, എന്താ ചെയ്യുക, അതൊക്കെ ഒരു അവസ്ഥയാണ്, സ്വന്തം ഐഡൻറ്റിറ്റി പറയാൻ പറ്റാത്തതൊക്കെ. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേര് മതി. ആ പേരെന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ്. നിങ്ങൾക്ക് എന്നെ അഭിസംബോധന ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി മതി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ജന്മനാളൊക്കെ വേണം എന്നിരുന്നാലേ നിങ്ങൾ ഈ കമ്പനിയുടെ ജെന്യൂനിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ മാഡം അതിൽ പറഞ്ഞത് ഭയങ്കര എന്താ ചെയ്യുക, അതൊക്കെ ഒരു അവസ്ഥയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി പറയാം. പൊന്നു മാഡം, നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ട് ഒരു ചിന്തയില്ലായിട്ടാണ് ഈ തട്ടിപ്പ് മണി ചെയിൻ കമ്പനിക്കാർക്ക് തലച്ചോറ് പണയം വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കണ്ട. ഈ നിസ്സാരമായ കേരളത്തിലെ തന്നെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുത്തിയ പലരും അറിയപ്പെട്ടത് അവരുടെ യഥാർത്ഥ പേരിലൊന്നല്ല. നിങ്ങൾ അവരുടെ ജന്മനാളെന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ടോ? എനിക്കറിയില്ല. നമ്മുടെ കേരളം കണ്ട സുപ്രസിദ്ധ എഴുത്തുകാരൻ വിലാസിനി എത്രയോ കഥകൾ എഴുതിയിട്ട് അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? MK മേനോൻ എന്നായിരുന്നു പേര്. ആശാ മേനോൻ എന്ന പേരിൽ എഴുതിയിരുന്ന ആളുടെ ശരിക്കും പേരെന്തായിരുന്നു? ശ്രീകുമാർ എന്നായിരുന്നു. മറ്റൊന്ന് നന്ദനാർ എന്ന പേരിൽ എഴുതിയിരുന്ന ആളാരായിരുന്നു? PC ഗോപാലനായിരുന്നു. പ്രേംജി എന്ന പേരിൽ എഴുതിയിരുന്നത് MP ഭട്ടതിരിപ്പാടായിരുന്നു. നമ്മുടെ MT വാസുദേവൻ നായർ തന്നെയും നിക് നെയിമുകളിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉമ്മാച്ചു എഴുതി അത്ഭുതപ്പെടുത്തിയ ആളോട് നിങ്ങൾ ഇതേ കാര്യം പറയുമോ? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തം പേര് ഉറൂബ് എന്ന കള്ളപ്പേരിലാണല്ലോ നിങ്ങൾ കഥകൾ എഴുതുന്നത് എന്നൊക്കെ പോയിട്ട് പറയുമോ? നിങ്ങൾക്ക് ലോകവിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് പേര് അവർക്ക് തൂലികാ നാമങ്ങളും നിക് നെയിമുകളും ഒക്കെ വെക്കാറുണ്ട്. ഉമ്മാച്ചു എഴുതി കേരളക്കരയെ അത്ഭുതപ്പെടുത്തിയ പൊന്നാനിക്കാരൻ ഉറൂബിൻ്റെ ശരിക്കുള്ള പേര് PC കുട്ടിക്കൃഷ്ണൻ എന്നായിരുന്നു. നിങ്ങളിപ്പോൾ എന്നോട് ഇത് പറഞ്ഞ ഇതേ കാര്യം നിങ്ങൾ അവിടെ ചെന്ന് പറയുമോ? ഒരു ലോഡുണ്ട് എടുക്കാൻ. അങ്ങനെ അവർ തൂലികാ നാമങ്ങളും നിക് നെയിമുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ലോഡുണ്ട്. സഞ്ജയൻ എന്ന പേരിൽ കഥകൾ എഴുതിയിരുന്നത് മാണിക്കൊത്ത് രാമുണ്ണി നായരായിരുന്നു. ആനന്ദ് എന്ന പേരിൽ സച്ചിദാനന്ദനായിരുന്നു. കോവിലൻ എന്ന പേരിൽ A അയ്യപ്പനായിരുന്നു. അങ്ങനെ കേരളവും ലോകവും ഒക്കെ ഈ തൂലികാ നാമങ്ങളും നിക് നെയിമുകളും ഒക്കെ പെൻ നെയിമുകളൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാത്തത് ഈ തലച്ചോറ് ഇവർക്ക് പണയം വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഈ മണി ചെയിൻ തട്ടിപ്പുകാർക്ക് പണയം വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് ഈ മണി ചെയിൻ തട്ടിപ്പിൻ്റെ ജെന്യൂനിറ്റിയെ കുറിച്ചിട്ടാണ്. ഈ കമ്പനിയുടെ ആ തട്ടിപ്പിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജന്മനക്ഷത്രം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മണി ചെയിൻ തട്ടിപ്പുകാർക്കെതിരെ ഒരു 10,300 കോടി തട്ടിപ്പ് നടത്തിയിട്ടുള്ള, അതിൽ തന്നെ 4-5 കോടിയൊക്കെ കയ്യിലുള്ള ഈ തട്ടിപ്പുകാർക്കെതിരെ സംസാരിക്കുന്ന എൻ്റെ ജന്മനക്ഷത്രം വരെ നിങ്ങൾക്ക് വേണം, എന്നാലേ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ പെട്ടുപോയ ആളുകൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഇവർക്കെതിരെ ഏകദേശം ഒരു 10-30 FIRകളൊക്കെ വീണിട്ടുണ്ട്. 50-ന് മുകളിൽ പരാതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. റെസിപ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ട് FIR ഇടണോ വേണ്ടയോ എന്നുള്ള അന്വേഷണം പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒറ്റ FIRകൾ പോലും ഇല്ല എന്നത് വളരെ അധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പ്രവാസികൾ പറ്റിക്കപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. 4ഉം 5ഉം 6ഉം ഒക്കെ കോടി ഉണ്ടാക്കിയ നമ്മുടെ ഷബീബ് ഷാ തന്നെയും ഇതിൽ ആദ്യത്തെ 10 പേരിൽ വരുന്ന ഒരാളാണ്. ഏകദേശം ഒരു 4.5 കോടിക്കടുത്ത് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ദിലീപ് ഷാജു, ദീപേഷ് തിരൂര്, വേറെ ഏതൊരു മഞ്ചേരിയിൽ ഒരാളുണ്ടല്ലോ, ബഷീർ മഞ്ചേരി, അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ഇത് ജംഷീർ തിരൂര്, ഈ ഷബീബ് ഷാൻ്റെ ശിഷ്യൻ,
അങ്ങനെ മിഥിലാജ്, അങ്ങനെ മലപ്പുറം ജില്ലയിൽ മിഥിലാജിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് വടക്കേക്കാടാണ് കേസുള്ളത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇവർക്ക് ആർക്കെതിരെയും ഒരു കേസ് പോലും വന്നില്ല എന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. ആളുകളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന പൈസ ഒരുപാട് ഉണ്ട് എന്ന് തോന്നുന്നു. ഇത്രയധികം പത്രവാർത്തകളും അന്വേഷണ ഏജൻസികളൊക്കെ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും പൈസ പോയ ഒരാൾ പോലും മലപ്പുറം ജില്ലയിൽ പരാതിയുമായിട്ട് വന്നില്ല. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം മലപ്പുറം ജില്ലയിൽ കാണാനുണ്ട്. ഈ 4-5 കോടി ഉണ്ടാക്കിയ ആളുകളെല്ലാം തന്നെ അടുത്ത കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ സുൽത്താൻ ഓഫ് ഹൈറിച്ച് ഷബീബ് ഷാൻ്റെ പുതിയൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങൾ കണ്ടതായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടൊരു വീഡിയോയിലുണ്ട്, എല്ലാം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കേസ് തോറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇവിടെ കേസ് തോൽക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ഇപ്പൊ നടക്കുന്നത് വെറും അല്ലെങ്കിൽ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്, അല്ലെ? ഹൈക്കോടതിക്ക് മേലെ ഇനി കോടതികളുണ്ട്, ഇനി അല്ലെങ്കിൽ വക്കീലന്മാർ ഇനിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതൊരു പെട്ടെന്ന് അവർ പറയുന്ന പോലെ എല്ലാം നിർത്തി പോകുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് വരാനില്ല. ഓക്സിജൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലോകോത്തര കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ ആണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്സിജൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2018 9-ാം തീയതിയാണ്. ഈ 9-ാം തീയതി വേഗം കൊണ്ടു കൊടുക്കുക. ഇനി കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൊണ്ടു കൊടുക്കണം. 4 കോടിയൊന്നും പോരാ എന്നാണ് ആശാൻ പറയുന്നത്. ഇനി ആരുടെങ്കിലൊക്കെ കയ്യിൽ വല്ല കുട്ടികളുടെ കാതിലത്തൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതെല്ലാം വിറ്റിട്ട് കൊണ്ടു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സതീർത്ഥ്യരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ MLM ആയിക്കഴിഞ്ഞാലും ഇതിപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു പുതിയ കമ്പനി ഇത് അവർ ഈ റിട്ടേൺ തരാം എന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ പ്ലാനുകളെല്ലാം തന്നെ എന്തോ പ്രൊഡക്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ലെവൽ നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെ ആയിരിക്കും ഈ കമ്പനി എന്നൊക്കെ. എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ മൂല്യം ഒരു 1000-2000 ഒക്കെ ആയിരിക്കും. അത് ഒരു 9,999 രൂപ വിൽക്കുന്നു. ആ പ്രോഡക്റ്റിൻ്റെ മൂല്യം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഒരു 8,000 രൂപ ഇങ്ങനെ ഈ ഒരു ലെവലിൽ വിധിച്ചു പോകുന്നു. ഇതിൽ ഏകദേശം ഒരു 90 പേർക്കും പൈസ നഷ്ടമാകും. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു 10% പേർക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ട്രീയുടെ തലപ്പത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മണ്ടുന്നത് ഈ കമ്പനിയിലേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇനി എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ വിറ്റ് പറക്കിയിട്ട് ഇവർക്കൊക്കെ കൊണ്ടുകൊടുക്കണം. മലപ്പുറം ജില്ലയിലുള്ളവർ ഇവർ ഈ 4 കോടിയും 5 കോടിയും 50 ലക്ഷം ഒന്നും മതിയാവാതിരിക്കുകയാണ്. പലരും പല ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ട്. ചിലരൊക്കെ നാടോട്ട് പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ലേഡി ലീഡർ ഉണ്ടായിരുന്ന റഹീന കക്കടിപ്പുറം, അവർ നാട് വിട്ടിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ ഒക്കെ ഇതിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ നാടോട്ട് പോയിട്ടുണ്ട്. അത്രയും നല്ലത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബാക്കി ഈ മലപ്പുറം ജില്ലയിലെ ലീഡേഴ്സ് എല്ലാം തന്നെ കൂട്ടത്തോടെ മറ്റ് കമ്പനികളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ ഇതിൽ നിന്ന് ആളുകളെ ചേർത്തിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ലീഡേഴ്സാണ്. എന്നിട്ട് പോലും ഒരു പരാതിയുമായിട്ടൊരു പോലീസ് സ്റ്റേഷനിലേക്കും ഒരാളും വന്നില്ല എന്നത് ഞങ്ങൾ ഇതുമായിട്ട് ചർച്ച ചെയ്യുന്ന കുറച്ച് പേര് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്തൊരു കാര്യമാണ്. പ്രിയപ്പെട്ട മലപ്പുറത്തുകാർ ഇവരെങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ശരി, എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവരുടെ വെബ്സൈറ്റ് ഡൗൺ ആയിട്ടുണ്ട്. അത് ഇവരുടെ സെർവറിന് ഡാറ്റയ്ക്ക് സ്പേസ് കൊടുത്ത കമ്പനിക്ക് അവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം വാക്ക് പറയുന്നതല്ല. നമ്മൾ സെർവറിന് സ്പേസ് കൊടുക്കുന്ന കമ്പനിക്ക് അതിൻ്റെ റെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് GB ഡാറ്റകൾ എവറി സെക്കൻഡ് പുതിയ ഡാറ്റകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മെമ്മറി കാർഡൊക്കെ പോലെ ഇതൊരു ക്ലൗഡിൽ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലും ആ ഡാറ്റയും തമ്മിൽ ലിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർക്ക് റെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ റെൻറ്റ് ഇവർ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്നാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ പുതിയ രക്ഷകൻ ഷിബു എബ്രഹാം സാറ് പറയുന്നത് കേട്ടത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് ഉദ്ധരിച്ചാണ് ഇത് പറയുന്നത്. ശരി പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിൽ വരാം.